28 January, shift 1, question number 6. Question എടുത്തിരിക്കുന്നത് equilibrium എന്നുള്ള chapter. Topic is buffer solutions. Okay. Consider a weak base B of pKb 5.699, X milliliter of 0.02 molar HCl and Y milliliter of 0.02 molar weak base B are mixed to make 100 milliliter of a buffer whose pH is 9 at 25 degrees Celsius. What is the value of X and Y? അപ്പോൾ അങ്ങനെ ഒരു ബഫർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു ബഫർ ഫോം ചെയ്യണമെങ്കിൽ എത്ര മില്ലിലിറ്റർ HCl എത്ര മില്ലിലിറ്റർ വീക്ക് ബേസ് ബിയും മിക്സ് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. HCl, the strong acid taken, B, the weak base എന്തായിട്ട് മാറണം? BH+ എന്ന് പറയുന്ന സോൾട്ട് ആയിട്ടും Cl- എന്ന് പറയുന്ന അയോൺ ആയിട്ടും മാറണം അല്ലേ? യെസ്. അപ്പം നമ്മളോട് എന്താ പറയുന്നേ? നമ്മളോട് പറയുന്നത് 0.02 മോളാർ HCl 0.02 മോളാർ ആണ് വീക്ക് ബേസിന്റെ മൊളാരിറ്റി. റെഡി അല്ലേ? ആണ്. HCl നമ്മൾ X മില്ലിലിറ്റർ ആണ് എടുക്കുന്നത് ആൻഡ് ബേസ് നമ്മൾ എടുക്കുന്നത് Y മില്ലിലിറ്റർ ആണെന്നാണ് പറയുന്നത്. എക്സും വൈയും കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരും. അപ്പോൾ ഇക്വിലിബ്രിയം എത്തിയപ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്കറിയാം ഇതൊരു ബഫറാണ്. pH 9 ആണ്. pH 9 ഉള്ള ബഫർ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാകും എന്ത്, ഇതൊരു ബേസിക് ബഫറാണ്. ഒരു ബേസിക് ബഫർ ആകണമെങ്കിൽ ബേസിന്റെ എമൗണ്ട് എക്സസ് ആയിരിക്കണം. HCl എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യണം. അപ്പോൾ HCl കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് പോയാൽ റിയാക്ഷൻ കഴിയുമ്പോൾ HCl കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് പോയി. സോ എക്സ് മില്ലിലിറ്റർ ഓഫ് അല്ലെങ്കിൽ എക്സ് ആണ്, ഐ മീൻ 0 ആണ് HCl ബാക്കിയുള്ളത്. ആൻഡ് വൈയുടെ എമൗണ്ട് എത്രയാണ് ബാക്കി ഉണ്ടാവുക? റിയാക്ട് ചെയ്ത് പോയതിന് ശേഷം 0.02 Y മൈനസ് 0.02 X ഓഫ് ബി റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ആൻഡ് എത്ര BH+ ഫോം ചെയ്തിട്ടുണ്ടാവും? എത്ര മോൾ അല്ലെങ്കിൽ എത്രയാണോ HCl റിയാക്ട് ചെയ്യുന്നത് അത്രയും. 0. കോൺസെൻട്രേഷൻ ഓഫ് BH+ 0.02 ഇൻറ്റു X. ഓക്കെ. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ബാക്കി ഉണ്ടാവുക 0.02 Y മൈനസ് 0.02 X ആണ്. ആൻഡ് 0.02 X ആയിരിക്കും BH+ന്റെ കോൺസെൻട്രേഷൻ വരുന്നുണ്ടാവുക. റെഡി? കാണുന്നില്ല അല്ലേ? ഇപ്പൊ കാണാമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. യെസ്. ഇനി നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയടാ. ഇതൊരു ബേസിക് ബഫർ അല്ലേ? അതെ, ഒരു ബേസിക് ബഫറാണ്. അപ്പോൾ ഒരു ബേസിക് ബഫറിൻ്റെ POH ഈസ് ഈക്വൽ ടു PKb പ്ലസ് log ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി സോൾട്ട് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി ബേസ്. PH ആണ് 9. അപ്പോൾ POH എത്രയാ? 14 മൈനസ് 9. POH must be 5. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സോ 5 ഈസ് ഈക്വൽ ടു PKb is 5.699. റെഡി? പ്ലസ് log ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ salt is 0.02 X divided by molar concentration of the base is 0.02 Y minus 0.02 X. 0.02 കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. റെഡി? സോ ഇറ്റ് ബിക്കം 5 ഈസ് ഈക്വൽ ടു 5.699 പ്ലസ് log ഓഫ് എക്സ് ബൈ വൈ മൈനസ് എക്സ്. ഇതൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5.5 ഈസ് ഈക്വൽ ടു 5.699 മൈനസ് log ഓഫ് വൈ മൈനസ് എക്സ് ബൈ എക്സ് എന്ന് എഴുതാം നമുക്ക്. റെഡി അല്ലേ? എന്നിട്ട് ഈ മൈനസ് log ഓഫ് വൈ മൈനസ് എക്സ് ബൈ എക്സ് LHSലേക്ക് എടുത്താൽ log ഓഫ് വൈ മൈനസ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു RHS എന്തായി മാറും? 5.699 മൈനസ് 5 ആയി മാറും. റെഡി അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.699. മക്കളെ, log ഓഫ് വൈ മൈനസ് എക്സ് ബൈ എക്സ് 0.699 ആണെങ്കിൽ വൈ മൈനസ് എക്സ് ബൈ എക്സ് എത്രയായിരിക്കണം? 5 ആയിരിക്കണം.
കാരണം ആന്റി ലോഗ് ഓഫ് 0.699 എന്ന് പറയുന്നത് 5 ആണ്. കാരണം 5ന്റെ ലോഗരിതമാണല്ലോ 0.699 എന്ന് പറയുന്നത് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 5x എന്നായി മാറും, ഓർ y ഈസ് ഈക്വൽ ടു 6x എന്നായി മാറും. ഇനി എന്താ പറയുന്നേ? അതായത് രണ്ട് എക്സ് മില്ലി ലിറ്റർ HCl-ഉം y മില്ലി ലിറ്റർ ബേസും കൂടി ചേർന്നാൽ 100 മില്ലി ലിറ്റർ ആണ് ബഫർ ഉണ്ടാവുന്നത്. അപ്പോൾ മക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വോളിയം ഓഫ് HCl പ്ലസ് വോളിയം ഓഫ് ദ ബേസ് മസ്റ്റ് ബി ഈക്വൽ ടു 100. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈക്ക് പകരം 6s എന്ന് കൊടുക്കാലോ. ഈസ് ഈക്വൽ ടു 100 ആൻഡ് ദെർഫോർ 7x ഈസ് ഈക്വൽ ടു 100. 7x എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ എക്സ് എത്രയാ? 100/7 ആണ്. 100/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.28 മില്ലി ലിറ്റർ ആണ്. അപ്പൊ ഇനി y കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. ഓ, y കണ്ടുപിടിക്കാലോ. എന്നാ y ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേടാ. കാരണം y ഈസ് ഈക്വൽ ടു 6x ആണല്ലോ. y ഈസ് ഈക്വൽ ടു 6x ആണ്. അപ്പൊ 6 into 14.28 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 85.7 മില്ലി ലിറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി, വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. എക്സും വൈയും കൃത്യമായിട്ട് എവിടെയാ പറയുന്നത്? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.